Butterfly, butterfly, come, come. നമ്മൾ സൈഡിൽ കളർ കൊടുക്കണം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് മോങ്കുട്ട എൻ്റെ കൂടെ ഉള്ളൊരു ദിവസമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഇത് കംപ്ലീറ്റ് ആവുമെന്നൊന്നും അറിയത്തില്ല, പക്ഷെ നമ്മുടെ ഒരു നൈറ്റ് വ്ലോഗ് പ്ലസ് നാളത്തെ വ്ലോഗ് കൂടെ ചേർത്ത് ഞാൻ ഇടുന്നതായിരിക്കും. മീ വിത്ത് മോങ്കുട്ടൻ അല്ലേ മോങ്കുട്ട? യെസ്. ഇപ്പൊ എന്ത് ചെയ്യണം? കളർ അടിക്കുന്നു. ഇപ്പൊ നമ്മള് മോങ്കുട്ടന് കളർ അടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മൂന്റെ കളറൊക്കെ വാങ്ങിച്ചിട്ട് മോങ്കുട്ടൻ എന്തോ ഒരു സാധനം ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുവാണ്. സർപ്രൈസ് ആണ്, കാണിച്ചു തരാൻ പറ്റില്ല. ഓക്കെ, അത് സർപ്രൈസ് ആണ്, കാണിച്ചു തരാൻ പറ്റില്ല. നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തായാലും. ഓക്കെ ഓക്കെ. നമ്മൾ സൈഡിൽ കളർ കൊടുക്കണം. സൈഡിൽ ഓറഞ്ച് കൊടുക്കണം. സൈഡിൽ വരിയായി ഇവിടെ വെക്കണം. അല്ലല്ല, ബുക്കല്ല. എന്നിട്ട് യെല്ലോ നടുക്കടിക്കണം. നാളെ ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി ഡ്രസ്സ് ഇന്ന് അയൺ ചെയ്ത് വെക്കണം. കാരണം നാളെ നമുക്ക് ചർച്ചിൽ പോയിട്ട് വന്ന് പിന്നെ സമയം ഉണ്ടാവില്ല, വേഗം പോകേണ്ടി വരും. ഡ്രസ് ഇട്ടാ മതിയല്ല പൊന്നാ? പോരെ? അപ്പൊ നമ്മള് ഫ്ലവർ കട്ട് ചെയ്തിട്ട് അല്ലേ പറഞ്ഞോട്? ഈ നമ്മൾ ഫ്ലവർ കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് പിന്നെ അതിന്റെ പുറത്തൊരു ബട്ടർഫ്ലൈ ഇവിടെ സ്റ്റിക്ക് ചെയ്ത്. പക്ഷെ ബട്ടർഫ്ലൈ വേറെ കളർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. സെയിം പൂവിന്റെ കളർ തന്നെ ബട്ടർഫ്ലൈ ഇപ്പൊ കാണുന്നില്ലല്ലോ. Butterfly, butterfly, come, come, come. Come with me, dance with me. അതേത് പാട്ട്? നമ്മുടെ ചിക്കാർ പാടിയ പാട്ടാണ്. ഞാൻ കേട്ടിട്ടേ ഇല്ല. അത്ര അടുത്ത് പോയി കാണാൻ പറ്റില്ല. മമ്മയുടെ അടുത്തൊന്നും. നമ്മളിപ്പോ എന്ത് ചെയ്യണേ? നമ്മള് ബട്ടർഫ്ലൈ വെട്ടുന്നു. എന്ന് മോകൂട്ടിന്റെ വീട്ടിൽ പോയപ്പോഴാ കൈറ്റ് നമ്മൾ വ്ലോഗ് എടുത്തില്ല, പിന്നെ ഷോർട്ട് വീഡിയോ എടുത്തു. കൈറ്റ് കൈറ്റ് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് നമ്മൾ വ്ലോഗ് എടുത്തു. പുതിയ ബട്ടർഫ്ലൈ. ഇതാണ് നമ്മളെ പുതിയ ബട്ടർഫ്ലൈ. അത്ര ശരിയായില്ല അല്ലേ? പക്ഷെ ഇത് ശരിയാത്തോണ്ട് മടക്കി ചുറ്റി കളയണം. ഇല്ല, അത് അവിടെ സൈഡിലോട്ട് വേറെ കളർ അടിക്കണം. മമ്മ അടിച്ചോ? ഞാൻ പറഞ്ഞുതരാം. ബട്ടർഫ്ലൈ. ഓക്കെ, ബ്ലൂ ബട്ടർഫ്ലൈ ഉണ്ട്. അത് ബ്ലൂ അല്ല, അത് പിങ്ക്. മമ്മയുടെ ഫേവറേറ്റ്. ഏത്? ഇല്ല, എനിക്ക് ഏത് മോനാ? അത് ഫുൾ എല്ലാത്തിന്റെ സ്വിച്ച് ഇടല്ലേ. ഓക്കെ, ബട്ടർഫ്ലൈ റെഡി. നോക്കട്ടെ. ഇത് ബട്ടർഫ്ലൈ ഫുൾ ഒട്ടിക്കല്ലേ, ഇങ്ങനെ ഒട്ടിക്കണം. കണ്ട ഈ ഒരു പോർഷനിൽ മാത്രം. അതിങ്ങനെ അല്ല, നീ കൊമ്പിനെ ഒട്ടിച്ചു വെച്ചില്ലേ? കൊമ്പിനെ ഒട്ടിക്കണ്ട. കൊമ്പിനല്ല, ഞാൻ അത്രയും ഭാഗമാണ് ഒട്ടിച്ചത്. എനിക്ക് തോന്നുന്നു പശ കൂടിപ്പോയി കാണും. പശ കൂടിപ്പോയി. അതുകൊണ്ട് എല്ലാം ഒട്ടിപ്പോയി. ഇങ്ങനെയാണ് മമ്മ ഒട്ടിക്കാൻ നേരെ ഇരിക്കുന്നത്. അത് ഇനി കുറച്ച് സമയം അങ്ങനെ തന്നെ ഇരിക്കാൻ റെഡിയാ. ഓക്കെ, ഇനി വീടിന് കളർ അടിച്ചു. 2 പൂ കൂടെ അടിച്ചാ മതി. 2 പൂ മതി. കുറച്ചുകൂടെ പൂ വെട്ടിത്താ. ഇനി മതി. ഇനി ഈ ചെടി ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചിട്ട് പച്ച കളർ ലീഫ് എല്ലാം വരാം. മമ്മ വരയ്ക്കട്ടെ? വീണ്ടും കൂടെ മമ്മ അടിക്കാനാ? നീ അടിക്കും. മമ്മ ഇവിടെ റെഡി ആക്കട്ടെ, അത് അയൺ ചെയ്യാട്ടോ. നമ്മൾ നാളെ എവിടെ പോണോ നോക്കട്ടാ? നമ്മള് കല്യാണത്തിൽ. അതിന് മുന്നേ നമ്മള് പള്ളിയിൽ പോകുന്നു. അല്ല, ഈ മമ്മ കള്ളം പറയണാണ്. അയ്യ, പള്ളിയിൽ രാവിലെ വരണം. തമാശയുണ്ട്, നല്ല തമാശയുണ്ട്. ഞാൻ ന്യൂസ് ഒക്കെ മാറ്റി മൈക്ക് ഓഫ്. ഓഫായില്ല, ഇപ്പഴേ ഓഫായില്ല.
ഓഫായില്ല. ഓഫാക്കി. ഇതിനകത്ത് എങ്ങനെയാ റബ്ബർ ബാൻഡ് വന്നത്? ഞാൻ കാണാം. ഞാൻ ഇന്ന് റബ്ബർ ബാൻഡ് എടുത്തിട്ടു. അയ്യോ ചൂട്. ചൂട്. റബ്ബർ ബാൻഡ് എന്റെ ഭാഗം അതിലൊന്നുകൂടെ ഉണ്ട്. ഒരു റബ്ബർ ബാൻഡ് കൂടെ. അത് എന്റെ പാട്. ഒന്നുകൂടെ ഉണ്ട് അതിന്റെ റബ്ബർ ബാൻഡിന്റെ പാട്. ഒന്നുകൂടെ ഉണ്ട് വെച്ചേ. ഞാൻ ഡ്രോളെ തള്ളി പിടിക്കട്ടാ. ഇത് കുറച്ച് പാടുള്ള പരിപാടിയാണ്. കാരണം നല്ല വെയിറ്റ് ഉള്ള ബെഡാണ്. ഞാനും വേണം. ഇടിക്കണ്ട. മോർണിംഗ് ഞങ്ങൾ പിന്നെ പതുപോലെ ലേറ്റായിട്ട് തന്നെ എഴുന്നേറ്റു. പള്ളിയിൽ പോകണമെന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് എൻഗേജ്മെൻറ്റിന് പോയി. മോഗുഡിന് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പിന്നെ ആരെങ്കിലും എടുക്കണം. അതായത് എടുക്കാൻ സാധ്യതയുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ അവ എടുക്കാൻ പറയുള്ളൂ. അപ്പോൾ ഇന്ന് പിന്നെ പപ്പയുണ്ട്. അപ്പോൾ പപ്പയെടുത്ത് എടുക്കാൻ പറഞ്ഞ് അങ്ങനെ പപ്പ ഭാവം എടുത്തുകൊണ്ട് നടക്കുകയാണ്. എൻഗേജ്മെൻറ്റിന് ചിറ്റയും ദേവും ഒക്കെ ഉണ്ടായിരുന്നു. ചിറ്റയെന്ന് പറയുന്നത് അമ്മയുടെ അനിയത്തിയാണ്. അപ്പോൾ രണ്ടുപേരും ഒരേ കളർ സാരിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ പറ്റിച്ചു. അതിനെക്കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞു. നല്ല സദ്യയായിരുന്നു ഫുഡ്. ഞങ്ങൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോയത്. അവിടെ പോയിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഈവനിങ് ചിക്കു അവിടെ വന്നിട്ട് നമ്മൾ അടുത്ത ദിവസം തിരിച്ച് വീട്ടിലോട്ട് പോയി. അങ്ങനെയായിരുന്നു. അപ്പം ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതുവരെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇതൊക്കെ വെറുതെ മെമ്മറീസിന് വേണ്ടിയിട്ട് എടുത്തു വയ്ക്കുന്ന വീഡിയോസാണ്. കാര്യമായിട്ടൊന്നുമില്ല. ആ കണ്ണ് ഉറക്കുമ്പോൾ മനസ്സിലാവില്ല ഇത് മോങ്കുട്ടൻ്റെ കള്ള ഉറക്കമാണ്.